സ്പേസ് പാർക്കുമായി ബന്ധപ്പെട്ട അധികാരികൾ മംഗലപുരം പോലീസ് ഇൻസ്പെക്ടറുടെ മുന്നിൽ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചപ്രകാരം സ്പേസ് പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തകർന്ന കുറക്കോട് കുറുമം ഇടവിളാകം റോഡ് ജൂൺ 30 മുമ്പ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി നൽകുമെന്ന വ്യവസ്ഥകൾ പാലിക്കാത്തതിനെ തുടർന്ന് ജനകീയ കൂട്ടായ്മയുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. എല്ലാവരും ഡെയിലി ഇവിടെ വരികയും ഈ പങ്കാളികളാവുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഈ സമരത്തിന്റെ. കെ സ്പേസിന്റെ അശാസ്ത്രീയ നിർമ്മാണം കാരണം നിലവിലുണ്ടായിരുന്ന തണ്ണീർത്തടം മണ്ണിട്ട് നികത്തി ജലത്തിന്റെ ഒഴുക്ക് ഭാഗികമായി തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. ഒപ്പം പഴയ ദേശീയപാതയും കയ്യേറിയാണ് ഇപ്പോഴത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ജനകീയ കൂട്ടായ്മ പ്രവർത്തകർ പറയുന്നു. റോഡും തോടും സംരക്ഷിക്കുക എന്ന ന്യായമായ ആവശ്യം കെ സ്പേസ് അധികൃതർ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതാണ് പ്രദേശവാസികളെ അനിശ്ചിതകാല സമരത്തിലേക്ക് തള്ളിവിട്ടതെന്ന് കൂട്ടായ്മ പ്രവർത്തകർ പറയുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളാരും വികസനത്തിനൊന്നും എതിരല്ല. നമ്മുടെ നാട്ടിൽ വികസനം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ അതൊരു നാടിന്റെയോ നാട്ടുകാരുടെയോ ജീവിതം ദുരിതപൂർണമാക്കിക്കൊണ്ടുള്ള ഒരു വികസനമല്ല വരേണ്ടത്. നമ്മളെല്ലാം ഇപ്പൊ ഇത് എന്റെയോ ഇവിടെ ഇരിക്കുന്ന സമരസമിതിയുടെയും മാത്രമോ പ്രശ്നമല്ല, ഈ നാട്ടിലെയും നാട്ടുകാരുടെയും പ്രശ്നമാണ്. എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ, ഇപ്പം ഇന്ന് നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ, തുടങ്ങിയപ്പോൾ ഇത്ര പേരേ ഉള്ളൂ. പക്ഷെ ഈ ഭാഗത്തുള്ള കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഈ സമരത്തിൽ നമ്മൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ വിജയം കൈവരിക്കുന്നത് വരെ നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് പോകണം. അതിൽ ഇവിടെയുള്ള എല്ലാ നാട്ടുകാരും ഒരേ മനസ്സോടെ എല്ലാവരും പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമര പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമര പരിപാടികൾ മംഗലപുരം ഗ്രാമപഞ്ചായത്ത് കാരമൂട് വാർഡ് മെമ്പർ മൻസൂർ നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത SR ജനകീയ സമരം ഉദ്ഘാടനം നിർവഹിച്ചു. കുറക്കോട് മുതൽ CRPF വരെയുള്ള ഈ NHന്റെ പാർശ്വഭാഗത്ത് നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കെ സ്പേസ് എന്ന കമ്പനി ഇവിടെ അനധികൃതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് എതിരെ ഇന്ന് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഇവിടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ്. മാസങ്ങളായി ഈ അശാസ്ത്രീയമായ രീതിയിൽ റോഡും തോടും അതുപോലെ നടവഴി ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ചുകൊണ്ട് ഉപയോഗശൂന്യമാക്കിക്കൊണ്ട് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോയപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ സംഘടിക്കുകയും ഇവരുടെ എല്ലാ ഓഫീസുകളിലും കയറിയിറങ്ങുകയും നീതിക്ക് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തതാണ്. ഇന്നിതുവരെ യാതൊരുവിധ മറുപടിയോ ഇതിന് ശരിയായ രീതിയിലുള്ള ഒരു തീർപ്പോ കൽപ്പിക്കാത്ത സ്ഥിതിക്ക് ഇന്നു മുതൽ ഇവിടുത്തെ ജനകീയ കൂട്ടായ്മയും ഇവിടെയുള്ള നാട്ടുകാരും ചേർന്ന് ഇന്നു മുതൽ ഒരു അനിശ്ചിതകാല സമരം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കവിത, കൂട്ടായ്മ പ്രവർത്തകരായ JRS മുഹമ്മദ് റാഫി, ഷാഹിദീൻ, രാജേന്ദ്രൻ പടിഞ്ഞാറ്റിൽ, ഹുസൈൻ, ശാന്തിലാൽ, ഹുസൈൻ സുബൈർ, സുശീന്ദ്രൻ, കുറക്കോട് ജുമാ മസ്ജിദ് പരിപാലന കമ്മിറ്റി അംഗങ്ങൾ, പ്രദേശവാസികളായ SAK തങ്ങൾ, ഹക്കീം കുറുമം, SKP സലിം, അബ്ദുൽ വാഹിദ്, സുനിൽകുമാർ, ഷാജഹാൻ, ഷാനിഭ, മഞ്ജു, ഷബാന, മണിയൻ കുറുമം തുടങ്ങിയവർ പങ്കെടുത്തു. കെ സ്പേസിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി കൊണ്ട് നമ്മുടെ നിലവിലുണ്ടായിരുന്ന തണ്ണീർത്തടം നശിപ്പിക്കുകയും കുറക്കോട് കുറുമം ഇടവിളാക റോഡ് സഞ്ചാരയോഗ്യമല്ലാതാക്കി തീർക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ജനകീയ സമിതിയുടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നമ്മുടെ ഈ അനിശ്ചിതകാല ജനകീയ സമരം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ആവശ്യം ജനങ്ങളുടെ ആവശ്യമായ തണ്ണീർത്തട സംരക്ഷണവും കുറക്കോട് കുറുമം ഇടവിളാക റോഡ് സംരക്ഷിച്ച് കിട്ടുന്നതുവരെ അനിശ്ചിതകാല സമരത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടുകൂടി പിന്തുണയോടുകൂടി ഇനി ശക്തമായ സമരം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതിനുവേണ്ടി ഞങ്ങൾ ജനങ്ങളുടെ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. കൂടാതെ ഈ പഴയ നാഷണൽ ഹൈവേ 19 മീറ്ററിലധികം വീതി ഉണ്ടായിരുന്ന നാഷണൽ ഹൈവേ അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് കയ്യേറുകയും ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനും ഈ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനും നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് ഹൈവേയിലോട്ട് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള റോഡ് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന ഈ നിർമ്മാണ പ്രവൃത്തികൾ നടന്നോട്ടെ. പക്ഷേ നമുക്ക് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി സഞ്ചരിക്കാനുള്ള ഒരു റോഡിന്റെ അവസ്ഥ തിരിച്ച് കിട്ടുന്നതുവരെ ജനങ്ങൾ ഇവിടെ ശക്തമായ സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടി എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ ജനകീയ സമിതിക്ക് നേർന്നുകൊള്ളും. ഞാൻ കൊച്ചിനെയും കൊണ്ട് സ്കൂളിൽ പോകുന്നതാ. അപ്പോൾ കൊച്ചിനെയും കൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ തന്നെ വണ്ടി മറിഞ്ഞ് മോഡൽ സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഈ വഴിയാണ് എളുപ്പം. അപ്പോൾ ഈ വഴി പോകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊച്ചു വീഴാൻ പോകുന്നത്
എന്റെ കയ്യിൽ വണ്ടി നിൽക്കൂല, അതൊന്നാമത്തെ കാര്യം. അപ്പൊ നമ്മളെ കൊണ്ടുപോകുമ്പോ നല്ല റോഡാണെങ്കിൽ നന്നായിട്ട് പോകാൻ പറ്റും. ഈ റോഡും കൂടെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോസ്പിറ്റലിൽ പോകാൻ പോലും ഓട്ടോ വിളിച്ചാൽ പോലും വരത്തില്ല. എന്റെ വാപ്പാക്കാണെങ്കിൽ കിഡ്നിക്കൊക്കെ കുഴപ്പമുള്ള ആളാണ്. അവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് രാത്രി ആയാൽ പോലും. ഇന്നലെയും കൂടെ എനിക്ക് വയ്യാതായി. രാത്രി ആയപ്പോൾ പിന്നെ ആശുപത്രിയിൽ പോകാൻ പോലും വിളിച്ചാൽ ഓട്ടോ ഒന്നും വരൂല. ആ രീതിയിലാണ് ഇപ്പൊ അവിടുത്തെ റോഡിന്റെ അവസ്ഥ. തങ്ങളുടെ ആവശ്യം നേടിയെടുക്കുന്നതുവരെ അനിശ്ചിതകാല സമരം തുടരുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. തലസ്ഥാന വാർത്തകൾക്ക് വേണ്ടി റിപ്പോർട്ടർ ശാന്തിലാൽ മുരുക്കുമ്പുഴ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.